നരേന്ദ്രമോദി സർക്കാർ 2014 അധികാരത്തിലെത്തിയതോടെ 2 വർഷം കഴിയുമ്പോൾ അദ്ദേഹത്തെ മന്ത്രിസഭയിൽ പുതിയൊരു അഴിച്ചുപണി അദ്ദേഹം നടത്താറുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ പ്രകടനം നടത്തുന്ന മന്ത്രിമാർക്ക് മന്ത്രിസഭയിൽ തുടരാനുള്ള ഒരു അനുവാദവും, മോശ പ്രകടനം കാഴ്ചവെക്കുന്ന മന്ത്രിമാരെ ആ മന്ത്രി സ്ഥാനത്ത് നിന്നും മാറ്റി പാർട്ടിയിൽ ഒരു ചുമതല നൽകാനാണ് നരേന്ദ്രമോദി എക്കാലത്തും ശ്രമിക്കുന്നത്. നിലവിൽ ഇപ്പോൾ 3ാമത്തെ വർഷമാണ് നരേന്ദ്രമോദി ഭാരതം ഭരിക്കുന്നത്. ഇപ്പോൾ 3ാമത്തെ വർഷം അധികാരത്തിലെത്തി 2 വർഷമായി. നിലവിൽ ഒരു അഴിച്ചുപണി ഇപ്പോൾ മന്ത്രിസഭയിൽ ഉടൻ ഉണ്ടാകുമെന്നാണ് ലഭിക്കുന്ന വിവരം. ഇപ്പോൾ G7 ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട് നരേന്ദ്രമോദി ഇപ്പോൾ ഫ്രാൻസിലാണ്. അപ്പോൾ ഫ്രാൻസിൽ നിന്നും ജൂൺ 18-ാം തീയതി G7 ഉച്ചകോടി കഴിയും. അതിനുശേഷം 19-ാം തീയതി ഡൽഹിയിലേക്ക് എത്തുന്ന മോദി മന്ത്രിസഭയിൽ ഒരു അഴിച്ചുപണിയുമായി ബന്ധപ്പെട്ടുള്ള ശക്തമായ ഒരു നീക്കത്തിലേക്ക് കടക്കും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. കാരണം ഉത്തർപ്രദേശ്, അതോടൊപ്പം തന്നെ 2028 കർണാടക, അതോടൊപ്പം തന്നെ പഞ്ചാബ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് വരാനായിട്ട് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ശക്തമായ രീതിയിലുള്ള ഒരു അഴിച്ചുപണി എന്തായാലും BJP-യിലേക്ക് ഉണ്ടാകുമെന്നാണ് ലഭിക്കുന്ന വിവരം. കൂടാതെ ഇതിൽ ഏറ്റവും കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രധാനമായി ലക്ഷ്യം വെക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഭാരവാഹികളുടെ ഒരു എണ്ണമാണ്. അതിലിപ്പോൾ 45-ൽ നിന്നും നിലവിലിപ്പോൾ 45 ഭാരവാഹികളാണുള്ളത്. അതിലിപ്പോൾ 60-ലേക്ക് ഉയർത്താനാണ് BJP ഇപ്പോൾ ഒരു നിർണായകമായ ഒരു നീക്കം നടത്തുന്നത്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ വസതിയിലാണ് ചർച്ച നടന്ന് ഈ ചർച്ചകളെല്ലാം തന്നെ പൂർത്തിയായിരിക്കുന്നു എന്നതാണ്. ഇനി നരേന്ദ്രമോദിയും കൂടെ എത്തിയതിനു ശേഷം, മോദിയുമായിട്ടൊരു ചർച്ച നടന്നതിന് ശേഷം അന്തിമമായ ഒരു തീരുമാനമെടുക്കും. കൂടാതെ കേന്ദ്ര മന്ത്രിസഭയിൽ നിന്നും ഒഴിവാക്കുന്ന മന്ത്രിമാരിൽ മിക്ക മന്ത്രിമാർക്കും BJP-യിൽ തന്നെ നിർണായകമായ ഒരു പദവി, പാർട്ടിയിൽ തന്നെ നിർണായകമായ ഒരു പദവി ലഭിക്കും എന്നാണ് നിലവിൽ ലഭിക്കുന്ന സൂചന. കൂടാതെ കേരളത്തിൽ നിന്നും V. മുരളീധരൻ, കൂടാതെ K. സുരേന്ദ്രൻ, കൂടാതെ ശ്രീധരൻ പിള്ള അടക്കമുള്ളവരുടെ പേരുകളും പരിഗണനയിൽ വരുന്നുണ്ട്. കാരണം K. സുരേന്ദ്രൻ BJP-യുടെ മുൻ സംസ്ഥാന അധ്യക്ഷനാണ്. അപ്പോൾ അദ്ദേഹത്തിന് ആ ചുമതലയിൽ നിന്ന് മാറ്റിയിട്ടാണ് നിലവിൽ രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ കേരളത്തിൽ BJP-യുടെ അധ്യക്ഷനായിട്ട് ഇരിക്കുന്നത്. V. മുരളീധരനെ ആ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിയതിനു ശേഷം അദ്ദേഹത്തിന് ഒരു പദവിയും BJP നൽകിയിട്ടില്ല എന്നതാണ്, ഒരു ദൗത്യവും നൽകിയിട്ടില്ല എന്നതാണ് ലഭിക്കുന്ന വിവരം. കൂടാതെ ശ്രീധരൻ പിള്ള ഗവർണറായിരുന്നു. ഗവർണർ പദവിയിൽ നിന്ന് മാറ്റിയതിനു ശേഷവും ശ്രീധരൻ പിള്ളയ്ക്ക് ഒരു സുപ്രധാനമായ അല്ലെങ്കിൽ ഒരു നിർണായകമായ ഒരു വകുപ്പുകൾ അല്ലെങ്കിൽ ഒരു പദവി ഒന്നും തന്നെ പാർട്ടിയിൽ നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ K. സുരേന്ദ്രനെയും അതോടൊപ്പം തന്നെ ശ്രീധരൻ പിള്ളയുടെ പേരുകളെല്ലാം തന്നെ പരിഗണിക്കാനുള്ള സാധ്യതയുണ്ട്. കൂടാതെ V. മുരളീധരൻ ദേശീയ നേതൃത്വത്തിലേക്ക് വരും എന്നതാണ് ലഭിക്കുന്ന വിവരം. സംസ്ഥാന അധ്യക്ഷൻ സ്ഥാനത്ത് നിന്നും ഒഴിഞ്ഞതിനു ശേഷം പുതിയ ഉത്തരവാദിത്തങ്ങളൊന്നും തന്നെ K. സുരേന്ദ്രൻ എടുത്തിട്ടില്ല. കൂടാതെ ദേശീയ നേതൃത്വത്തിന്റെ ഭാഗമായേക്കും എന്നാണ് നിലവിൽ ലഭിക്കുന്ന സൂചന. V. മുരളീധരനും ദേശീയ നേതൃത്വത്തിൽ എത്തുമെന്നാണ് ഇപ്പോൾ ഇതുവരെയായിട്ട് ലഭിക്കുന്ന ഒരു വിവരം. കൂടാതെ ഗോവ ഗവർണറായിരുന്ന V. ശ്രീധരൻപിള്ള ചിലപ്പോൾ മന്ത്രിസഭയിലേക്ക് വരാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അല്ലെങ്കിൽ അവർക്ക് ദേശീയ നേതൃത്വത്തിലേക്കുള്ള ഒരു നിർണായകമായ ഒരു സ്ഥാനം കിട്ടും. കൂടാതെ ശോഭാ സുരേന്ദ്രൻ അടക്കം കേന്ദ്ര സർക്കാർ പരിഗണിക്കുന്നു എന്നൊരു വിവരവും പുറത്തു വരുന്നുണ്ട്. കേന്ദ്ര മന്ത്രിസ്ഥാനത്ത് നിന്നും ഒഴിവാക്കപ്പെട്ടവർ പ്രധാനപ്പെട്ട പദവികളാണ് ലഭിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. 2028-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ലക്ഷ്യം വെച്ചിട്ടാണ് BJP-യിൽ മൊത്തത്തിലൊരു വൻ അഴിച്ചുപണിക്കൊരു സാധ്യത ഇപ്പോൾ BJP സർക്കാർ എടുത്തിരിക്കുന്നത്. കൂടാതെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, അതോടൊപ്പം തന്നെ JP നഡ്ഡ തുടങ്ങിയവർ രാജ്നാഥ് സിംഗിന്റെ വസതിയിൽ ഒരു ചർച്ച നടത്തിയിരുന്നു. കൂടാതെ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് ഓരോ ചുമതലകൾ ഓരോ വ്യക്തിക്ക് നൽകുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് BJP RSS-ഉമായിട്ട് ഒരു ചർച്ച നടത്തിയിട്ടുണ്ടായിരുന്നു. RSS-ന്റെ പ്രതിനിധികൾ പങ്കെടുത്ത യോഗം ഏകദേശം 4 മണിക്കൂറോളം നീണ്ടു എന്നാണ് ലഭിക്കുന്ന വിവരം. RSS പ്രവർത്തകനായ അരുൺകുമാർ, അതോടൊപ്പം തന്നെ BJP ദേശീയ സെക്രട്ടറി BL സന്തോഷ് എന്നിവരുമായി ഒരു ചർച്ച നടത്തി. അതായത് രാജ്നാഥ് സിംഗും അതോടൊപ്പം തന്നെ JP നഡ്ഡ അടക്കമുള്ളവർ ഒരു ചർച്ച നടത്തി എന്നാണ് ലഭിക്കുന്ന വിവരം. എന്തായാലും RSS-ന്റെയും കൂടെ നിർദ്ദേശം കൂടി പരിഗണിച്ചിട്ടായിരിക്കും ഒരു വലിയ രീതിയിലുള്ള ഒരു അഴിച്ചുപണി ഉണ്ടാകാൻ പോകുന്നതും. UP-യിലും അതോടൊപ്പം തന്നെ പഞ്ചാബിലും അതോടൊപ്പം തന്നെ കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഒരു ദൗത്യം, അവിടെ ഏത് രീതിയിലും അവിടെ UP-യിൽ ഇപ്പോൾ BJP-യാണ് ഭരിക്കുന്നത്. പക്ഷേ പഞ്ചാബിൽ ആം ആദ്മി പാർട്ടി, കർണാടകയിൽ ഇപ്പോൾ കോൺഗ്രസ് ആണ്. ഈ രണ്ടിടത്തും പഞ്ചാബും അതോടൊപ്പം തന്നെ കർണാടകയും ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രവർത്തനത്തിലേക്കായിരിക്കും കാര്യങ്ങൾ പോകുന്നത്. കൂടാതെ ഇപ്പോൾ BJP-യുടെ സംസ്ഥാന അധ്യക്ഷനായിട്ട് നിൽക്കുന്നത് നിതിൻ നബിയാണ്. ഏറ്റവും പ്രായം കുറഞ്ഞ ദേശീയ അധ്യക്ഷനാകുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ ടീമിലേക്ക് എന്തായാലും സ്വാഭാവികമായ ഒരു പുതുമുഖങ്ങൾ അടങ്ങുന്ന ഒരു യുവാക്കളെയാണ് കൂടുതലായിട്ടും ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ വലിയ രീതിയിലുള്ള ഒരു പുതുമുഖങ്ങൾ എത്തുമ്പോൾ BJP-ക്ക് കുറച്ചും കൂടെ ഒരു ശക്തി ഉണ്ടാകും, ഒരു പുനഃസംഘടനയിൽ തന്നെ കുറച്ചും കൂടെ ഒരു കരുത്തുണ്ടാകും എന്നതാണ് ലഭിക്കുന്ന വിവരം. ജൂൺ 20 അല്ലെങ്കിൽ 21 അദ്ദേഹത്തിന്റെ ഒരു നിതിൻ നബിയുടെ ടീമിൽ, പുതിയ ടീമിൽ ആരൊക്കെ ഉണ്ടാകുമെന്നുള്ളൊരു പ്രഖ്യാപനം അദ്ദേഹം നടത്തുമെന്നാണ് ദേശീയ മാധ്യമങ്ങളടക്കം പറയുന്നത്. 3ാം NDA സർക്കാർ 2 വർഷം പിന്നിടുമ്പോഴാണ് ഒരു പുനഃസംഘടന നടക്കുന്നത്. അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പുകളും പടിവാതിൽക്കൽ എത്തി നിൽക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം.